കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 2 ഇസ് റിയലി ഗുഡ്. നമ്മൾ ഫസ്റ്റ് സീസണെക്കാട്ടിലും ഇറ്റ്സ് വേ ബെറ്റർ എന്ന് പറയാം. കാരണം നല്ല റൈറ്റിംഗ് ഉണ്ട്, നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു 5-6 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. ഒരു 6 പകരം ഒരു 8-10 എപ്പിസോഡുകളായിരുന്നു ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, കുറച്ച് വലിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് നല്ല എൻഗേജിങ് ആയി, നല്ല നമ്മളെ പിടിച്ചിരുത്തിക്കൊണ്ടായിരുന്നു ഓരോ എപ്പിസോഡും മുന്നോട്ട് പോവുക. ഒരു പോലീസ് ഓഫീസറിൻ്റെ മിസ്സിംഗ് കേസാണ് ഈ സീരീസിൻ്റെ അന്വേഷണം. സോ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സീസണിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ഇൻവോൾവ് ആവും. പിന്നെ അവരെങ്ങനെയാണ് ഈ ഒരു അന്വേഷണം കൊണ്ടുപോകുന്നത് എന്നാണ് ഈ സീരീസ് കാണിച്ചു തരുന്നത്. ആൻഡ് മെയിൻലി ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഇൻ്റലിജൻസിൻ്റെ അമ്പിളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആളുടെ ഒരു ക്യാരക്ടർ സ്റ്റഡി ആയിരിക്കും ഇനീഷ്യലി കുറേ സമയത്ത്. സോ തുടക്ക ഭാഗങ്ങളിൽ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ സ്ഥിരം മറ്റ് സീരീസുകളിലും സിനിമകളിലൊക്കെ കാണുന്ന പോലെ അനാവശ്യമായിട്ട് ഇപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്സിംഗ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആളുടെ പേഴ്സണൽ ലൈഫും ബാക്കിയൊക്കെ എന്തിനാണ് അന്വേഷിക്കേണ്ട ആവശ്യം, ആളെ എവിടെ പോയി എന്ന് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ പോലെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബട്ട് ഇൻ റിയാലിറ്റി ഇത്തരത്തിലുള്ള പേഴ്സണൽ സ്റ്റഡീസൊക്കെ തരാം, അല്ലെങ്കിൽ ആൾ ഇത്തരത്തിലുള്ള ആളായിരുന്നു എന്നുള്ളത് അറിയുന്നത് ആ കേസിന് ഭയങ്കര അധികം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സീരീസ് കൂടിയാണ്. സോ നല്ലൊരു ക്യാരക്ടർ ആർക്കിനെ കൂടുതൽ ക്യാരക്ടർ സ്റ്റഡി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഈ പുതിയതായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്, മറ്റേതൊക്കെ സബ്പ്ലോട്ടുകളും വെറുതെ കുറേ ക്യാരക്ടേഴ്സൊക്കെ വെച്ച് നമ്മൾ കുറേ സീരീസുകളിൽ കാണാറുണ്ട്, അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. വരുന്ന എല്ലാവരും, വന്ന എല്ലാ ക്യാരക്ടേഴ്സും, വന്ന എല്ലാ സബ്പ്ലോട്ടുകളെല്ലാം തന്നെ മെയിൻ പ്ലോട്ടിലേക്ക് ഇന്റർലിങ്ക് ചെയ്യുന്നതാണ്. ആക്ച്വലി ഇതിൽ സബ്പ്ലോട്ട് ഇല്ല, എല്ലാം മെയിൻ പ്ലോട്ടിൽ ബ്രാഞ്ച് ചെയ്ത് കിടക്കുന്ന സാധനങ്ങളാണ്. സോ ഒന്നിനോട് ഇന്റർലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് ഡോട്ട് ചെയ്ത് അവസാനം കൊണ്ട് നിർത്തുമ്പോൾ അവസാനത്തെ ഒരു 2 ക്യാരക്ടേഴ്സിനൊരു ചിരിയുണ്ട്, അതിലൂടെയാണ് ഈ സീരീസ് നിർത്തുക. ആൻഡ് ആ ഒരു ചിരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സ്പൂൺ ഫീഡ് ചെയ്യാതെയാണ് ഒരു എൻഡിങ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഒരു ഓപ്പൺ എൻഡിങ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഒരു ക്ലോസ്ഡ് എൻഡിങ് തന്നെയാണ്. പക്ക കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്ത് നമ്മൾ ഈ ബോർഡിൽ പിൻ ചെയ്ത് വെക്കില്ലേ, അതുപോലെ ഓരോ സാധനങ്ങളും ഡോട്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഡെലിവറി ചെയ്യുന്നത്. പക്ഷേ അവസാനത്തെ എൻഡിങ് കാണുമ്പോൾ ഇത് വെറുതെ ബ്ലാങ്ക് ആയിട്ട്, വെറുതെ ഒട്ടും ശ്രദ്ധിക്കാതെ, വെറുതെ ഇങ്ങനെ ലേസി ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പിടുത്തം കിട്ടാത്ത, എന്നാൽ കുറച്ചൊന്ന് ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ ചിരിയിൽ എല്ലാ സാധനങ്ങളും ഒളിഞ്ഞു നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ എൻഡിങ് കൊണ്ട് വെച്ചിട്ടുള്ളൂ. സോ എൻഡിങ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ ഒരു ഹൈലി വാച്ചബിൾ ഫ്ലിക്കായിട്ട് തോന്നി. സാധാരണ ഈ ഇത്തരത്തിലുള്ള സെക്കൻഡ് സീസണും തേർഡ് സീസണൊക്കെ ആയിട്ട് വരുന്ന വലിയൊരു സീരീസിൻ്റെയൊക്കെ തന്നെ ബാക്കി പത്രങ്ങൾ എന്ന് പറയുന്നത് വെറുതെയാണ്, വെറും പാഴായിട്ടാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസണേക്കാൾ കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കിഷ്കിന്ത കാണുന്ന പടം കാണില്ലേ, ആ ഒരു മോഡായിരുന്നു ഇതിൽ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അനാവശ്യ സപ്ലോട്ടുകളോ അനാവശ്യ ക്യാരക്ടർ ആർക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൺ അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറിൻ്റെ പേഴ്സണൽ ലൈഫ് പോലും ഇതിൽ തൊട്ടിട്ടില്ല. അതൊക്കെയാണ് സ്ഥിരം ഇത്തരത്തിലുള്ള സീരീസുകളൊക്കെ ചെയ്യാറ്. കാരണം കുറേ സമയമുണ്ട്, സിനിമയല്ല. സോ എപ്പിസോഡ് ഇങ്ങനെ വലിച്ചു നീട്ടണം, അതിന് ടൈം വേണം, അതിന് എന്തെങ്കിലും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കാണിക്കാറുണ്ട്. അങ്ങനത്തെ ഒന്നുമില്ലാതെ ടു ദി പോയിന്റ് എന്താണോ കേസ്, തുടക്കം മുതൽ സ്റ്റാർട്ട് ടു എൻ്റെ ആ കേസിലുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ച് എല്ലാ സീൻസും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് കൂടുതലും നോൺ ലീനിയർ ആണ്, എല്ലാം തന്നെ കണക്ട് ചെയ്ത് നല്ല കിഡിലായിട്ട് കൊണ്ട് എൻഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സീസണായിട്ട് തോന്നി. സോ ഫസ്റ്റ് സീസൺ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന നല്ലൊരു ഫ്ലിക്കാണ്. ഒരു നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ടൊരു ഫീൽ കിട്ടും. ഒരു 6 എപ്പിസോഡുകൾ മാത്രമുള്ളൂ, ഒരു 3 മണിക്കൂർ കൊണ്ട് തീരും തോന്നുന്നു. ഓരോ എപ്പിസോഡുകൾ ഒരു 25-30 മിനിറ്റിൽ താഴെയുള്ളൂ. അവസാനത്തെ എപ്പിസോഡ് മാത്രം ഒരു 40-45-50 മിനിറ്റ് എന്നുണ്ട്. സോ മൊത്തത്തിൽ 6 എപ്പിസോഡുകൊണ്ട് നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഫ്ലിക്കാണ്. തീർച്ചയായിട്ടും കണ്ടുപോകുക. ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.